ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് ശിവാനിയുടെ പേരിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സ്വന്തം പേരിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങുക, അത് നിധിയെ വെല്ലുവിളിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ പ്രണവ് അച്ഛനോടും അമ്മയോടും ചെന്ന് പറയുകയാണ്, നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, ഏട്ടനും ഏട്ടത്തെയും ഇവിടേക്ക് വായോ എന്ന് പറയണേ. അങ്ങനെ ഗൗതമും നിധിയും വരികയാണ് കേട്ടോ. അപ്പോൾ വസുന്ധരയും അവിടെ ഉണ്ടാവും. എന്നിട്ട് പറയുകയാണ്, ഞാൻ ശിവാനിയുടെ പേരിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാൻ നിൽക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോഫി ഷോപ്പിന്റെ കീഴിൽ 50ഓളം കടകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 കോടി രൂപയോളം വില വരും എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗോപിനാഥും ഗൗതമും നിധിയൊക്കെ ഞെട്ടിപ്പോവുകയാണ്. എന്താ പ്രണവ് നീ പറയുന്നത്? നമുക്ക് ഇതിൽ ഒരു പരിചയം പോലും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കടകളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും 5 കോടി രൂപ ചെലവാക്കി ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് തുടങ്ങാനൊന്നും നിൽക്കണ്ട. ആദ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്ത ശേഷം മാത്രമാണ് ഇതിനൊക്കെ ഇറങ്ങാൻ പാടുകയുള്ളൂ. പിന്നെ നീ ധൃതി പിടിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു കോഫി ഷോപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ജോലി അതല്ലേ, അതിലേക്ക് ഇറങ്ങുന്നതല്ലേ നല്ലത് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ശിവാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ശിവാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഞങ്ങളൊരു നല്ല കാര്യം തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അതിനൊരു തടസ്സം എന്ന് പറയുന്നത് എന്തിനാണ്? ഞങ്ങൾക്കും എന്താ നല്ലതുപോലെ ജീവിക്കാനൊന്നും പാടില്ല. എൻ്റെ പേരിൽ ഒരു കട തുടങ്ങുന്നത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ തടസ്സം പറയുന്നത് എന്നും പറഞ്ഞ് ശിവാനി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ പാറു പറയണേ, എന്തറിഞ്ഞിട്ടാണ് ശിവാനി നീ സംസാരിക്കുന്നത്? ഇത് ആദ്യം തുടങ്ങുമ്പോഴേ ഒറ്റയടിക്കല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവാക്കേണ്ടത്. ആദ്യം നമുക്കൊരു പരിചയം വരണം. എക്സ്പീരിയൻസ് എന്ത് ഫീൽഡിലേക്കും ഇറങ്ങുമ്പോഴും അത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഇതുവരെ ഇങ്ങനെയുള്ള ജോലിക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് പരിചയമുള്ള ജോലിയിൽ പങ്കെടുക്കുന്നതല്ലേ നല്ലത്. നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് എന്ന് പാറു പറയട്ടോ. അപ്പോൾ ശിവാനിയുടെ പേരിൽ കൂടിയാണ് ഈ കട തുടങ്ങുന്നത് എന്ന് കേട്ടപ്പോൾ പാറുവിന് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ ശിവാനി ചോദിക്കാൻ, അല്ല എൻ്റെ പേരിൽ ഈ കട തുടങ്ങുന്നത് കൊണ്ടാണോ അമ്മയ്ക്ക് ഇത്രയ്ക്ക് വലിയ ഇഷ്ടമില്ലാത്തത്? എൻ്റെ പേരാണോ പ്രശ്നം നിങ്ങൾക്ക്, അതോ കട തുടങ്ങുന്നതിലാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പം നിധി പറയണേ, എന്താ ശിവാനി നീ ഇങ്ങനെയൊക്കെ അമ്മയോട് സംസാരിക്കുന്നത്? ഗൗതമും അച്ഛനൊക്കെ നല്ലത് മാത്രമാണ് പ്രണവിൻ്റെ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഒറ്റയടിക്ക് 5 കോടി രൂപ ഒരു ബിസിനസ്സിൽ മുടക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് നീ എന്താ ചിന്തിക്കാത്തത്? ആദ്യം അത് വിജയിക്കുമോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആദ്യം കുറേശ്ശെയാണ് ഏത് ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടാൻ പാടുകയുള്ളൂ എന്ന് നിധി പറയട്ടോ. അപ്പോഴത്തേക്കും ശിവാനി അങ്ങ് പ്രശ്നമുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രണവിന് അങ്ങ് എരിപിരി കയറ്റിയിട്ടാണ് ശിവാനി സംസാരിക്കുന്നത്. അപ്പോൾ പ്രണവാണെങ്കിലും ശിവാനിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനട്ടോ. അപ്പോൾ വസുന്ധര പറയണം, മതി, ഇവിടെ നിർത്തുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? പ്രണവ് ഒരു നല്ല കാര്യത്തിനല്ലേ പൈസ ചോദിക്കുന്നത്? അവനും വേണ്ടേ ഒരു വളർച്ചയൊക്കെ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കും ഏട്ടനെ പോലെ നല്ലൊരു ബിസിനസ് തുടങ്ങി അതിൽ വിജയിക്കണമെന്നല്ലേ അവൻ ആദ്യമേ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായി സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതമിന് വസുന്ധരയുടെ ആ സംസാരമൊന്നും ഒട്ടും പിടിക്കുന്നില്ല. വസുന്ധരയുടെ മുഖത്ത് പോലും നോക്കാതെ ഗൗതം പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത് പല വശങ്ങളും ചിന്തിക്കാനുണ്ട്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും 5 കോടി രൂപ ചെലവാക്കി ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ചെലവാക്കാൻ കഴിയില്ല. ആദ്യം കുറേശ്ശെയാണ് ഏത് ജോലിയിലും ആദ്യം പണം മുടക്കേണ്ടത് എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ ഗൗതം. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് വസുന്ധരയും നേരെ നെഗറ്റീവായി സംസാരിക്കുകയാണ്. പ്രണവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നിധി പറയാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് മാഡം? നിങ്ങളായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെയാണല്ലോ മാഡത്തിൻ്റെ സംസാരം. ഞങ്ങൾ മാത്രമാണ് കുറ്റക്കാരി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് നിധിയും കൂടി വസുന്ധരയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പ്രണവിന് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ പ്രണവ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗൗതം പറയാൻ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോവല്ലേ, നീ ഞങ്ങൾ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നീ സംസാരിക്കുക. നീ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീ ഓഫീസിലേക്കൊന്ന് വായോ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്നിട്ട് നിന്റെ ഐഡിയ ഒക്കെ എന്താണെന്നുള്ളത് നീ ഒന്ന് എന്നോട് പറ. കാരണം ആദ്യം അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കണം. എന്നതിൻ്റെ ശേഷം മാത്രം മതി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കല് എന്ന് പറയട്ടെ. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കോഫിക്ക് തന്നെ 150 രൂപയിൽ മുകളിലാണ് വില വരുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ പാറു പറയുന്നത്, അത്രയ്ക്ക് നല്ല കോഫി ആയിരിക്കുമോ പ്രണവ് എന്ന് ചോദിക്കുമ്പോൾ, അത് അതിൻ്റെതായ സ്വാദ് കൂടും, അതുകൊണ്ടാണ് എന്നൊക്കെ ആദ്യമേ പ്രണവ് പാറുവിനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ പാറുവിനും നല്ല ഇഷ്ടപ്പെടുകയാണ്. പിന്നീടാണ് ശിവാനിയുടെ പേരിലാണ് ഈ ഒരു കട തുടങ്ങുന്നത് എന്ന് കേട്ടപ്പോൾ പാറുവിന് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ശിവാനിയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് പാറു അങ്ങനെ
ഇങ്ങനെ ഒരു എതിർവാക്ക് പറയുന്നത് കേട്ടോ. അങ്ങനെ നിധിയും കൂടി പാറുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ശിവാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എൻ്റെ പേരിൽ ഒരു കട ആദ്യമായി തുടങ്ങുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അസൂയയാണെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് പാറുവിനോട്, നിങ്ങൾക്ക് എൻ്റെ പേരിൽ കട തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പാറുവിൻ്റെ അമ്മയുടെ പേരിൽ അച്ഛനോട് ഒരു കട തുടങ്ങി തരാൻ വേണ്ടി പറ. അപ്പം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുകയല്ലോ. അല്ലാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായി പറയുന്നത്? എൻ്റെ പ്രണവിനും വേണ്ട നല്ലൊരു ബിസിനസ്മാൻ ആവാൻ, എൻ്റെ പ്രണവും ഗൗതമിനെ പോലെ നല്ലൊരു ബിസിനസ്മാൻ ആവും എന്നുള്ള അസൂയ കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇതുപോലെ തടസ്സം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് ശിവാനി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നിധിക്ക് അത് കേൾക്കുന്ന സമയത്ത് ദേഷ്യം വരുന്നത്. അപ്പോഴാണ് നിധി എതിർത്ത് സംസാരിക്കുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇത് ശിവാനിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം ഓഫീസിലേക്ക് പ്രണവിനോട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശിവാനി ഇങ്ങനെ തടയുന്നുണ്ട്. ഗൗതം, ഞങ്ങൾ എന്താ പറയുന്നത് നിനക്കൊന്ന് കേട്ടൂടെ എന്നൊക്കെ ചോദിച്ച് ശിവാനി പുറകെ ചെല്ലുമ്പോഴും ഗൗതം അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ ശിവാനി ദേഷ്യം പിടിച്ച് റൂമിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവാണെങ്കിലോ കയ്യിലിരിക്കുന്ന ഫയൽ അങ്ങ് ദേഷ്യം പിടിച്ച് വലിച്ചെറിയുകയാണ്. ഞാൻ നല്ല മനസ്സോടെ നല്ല ഉഷാറോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കട തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമേ കല്ലുകടിയാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് പ്രണവ് അവിടെ നിന്നും റൂമിലേക്ക് പോകുന്നത്. റൂമിലെത്തിയ ശേഷം ശിവാനി പ്രണവിനോട് അങ്ങ് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നട്ടലുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും പേടിക്കുന്നത്? ഗൗതം കണ്ടില്ലേ, ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് എല്ലാവരും അനുസരിക്കുന്നു. നിങ്ങളെന്താ ഇവിടുത്തെ മകനല്ലേ? ഗൗതം മാത്രമാണോ ഇവിടുത്തെ മകൻ? നിങ്ങളെന്താ ദത്തെടുത്തതാണോ? നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഇവിടെ ആർക്കും ഒരു വിലയുമില്ലല്ലോ. നിങ്ങളെ കല്യാണം കഴിച്ചത് എനിക്ക് മഹാവിഡ്ഢിത്തരമായി എന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പ്രണവിൻ്റെ കഴുത്ത് പിടിച്ച് അമർത്താനൊക്കെ നോക്കുകയാണ് കേട്ടോ. അത്രയ്ക്കധികം ശിവാനിക്ക് ദേഷ്യം വരികയാണ്. ശിവാനി നിധിയുടെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാം എന്ന് കരുതിയത് ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ ശിവാനിക്ക് ദേഷ്യം വരികയാണ്. അവളുടെ പേരിൽ ഇന്ന് വരെ ഒരു കമ്പനി പോലും തുടങ്ങിയിട്ടില്ല. അപ്പം പിന്നെ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് വരുന്നത് കൊണ്ട് നിധിക്ക് അസൂയ കൊണ്ടാണ് ഇത് മുടക്കിയത് എന്നൊക്കെ ശിവാനി പ്രണവിനോട് പറയുന്നത്. അങ്ങനെ പ്രണവിനെ അങ്ങ് എരിപിരി കയറ്റിയിട്ടാണ് കേട്ടോ ശിവാനി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്ത് സ്ഥാനവും എന്ത് വിലയുമാണ് ഉള്ളത്? എല്ലാതും ഗൗതമിനും നിധിയുമാണ്. അവരെന്താണോ പറയുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. നിധിക്ക് ടീച്ചറായി ജോലി ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് കമ്പനിയിൽ PA ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നു. ഇവിടെ പ്രണവ്, നിനക്ക് ഒരു സ്ഥാനവുമില്ല. നീ എന്ത് പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടെ നമ്മളിങ്ങനെ കഴിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇതിലും ഭേദം നമുക്ക് സ്വത്തുക്കളൊക്കെ പിരിച്ച് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് സ്വത്തിനെക്കുറിച്ചും ശിവാനി പറയുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ഗൗതമിനും നിധിക്കും പാറുവിനും ഗോപിനാഥിനൊക്കെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പാറു ചോദിക്കുകയാണ്, എന്തിനാണ് നീ എപ്പോഴും ഈ സ്വത്ത് പിരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത്? നീ വന്ന ഉടനെ തന്നെ ചോദിക്കൽ തുടങ്ങിയതാണ്. സ്വത്തിൻ്റെ കാര്യം പറയും. നീ എന്താ ഇവിടേക്ക് കയറി വന്നത് തന്നെ എൻ്റെ 2 മക്കളെയും അകറ്റാൻ വേണ്ടിയിട്ടാണോ? അതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ സ്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പാറു ശിവാനിയോട് ചോദിക്കുമ്പോൾ പ്രണവ് പറയുന്നുണ്ട്, അവൾ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ തിരഞ്ഞെടുത്ത സമയത്ത് നിങ്ങൾ അതിനെ എതിർക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പേരിലുള്ള എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ എനിക്ക് തന്നേക്ക്. എന്നാൽ പിന്നെ ഞാൻ അതുമായിട്ട് ഇവിടെ നിന്നും പൊയ്ക്കോളാം. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ജോലി ഞാൻ ചെയ്തോളാം എന്ന് പ്രണവും ആ സമയത്ത് പറയുമ്പോഴാണ് ഗൗതമിന് ദേഷ്യം വരുന്നത്. അപ്പോഴാണ് ഗൗതമിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ അപ്പോഴൊക്കെ ശിവാനിയും ഇടപെടുകയാണ്. അപ്പോൾ ശിവാനിയോട് ഗൗതം പറയുന്നുണ്ട്, നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. ഞാൻ എൻ്റെ അനിയനോടാണ് സംസാരിക്കുന്നത്, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗൗതം ശിവാനിക്ക് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ റൂമിലെത്തിയ ശേഷം ശിവാനി പ്രണവിനെ ഒരുപാട് അങ്ങ് ഓരോ കാര്യവും പറഞ്ഞ് എരിപിരി കയറ്റി സംസാരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ ഒരു വിലയും ഒരു നിലയുമില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ കടിച്ചു തൂണി നിൽക്കുന്നത്? സ്വത്തുക്കളും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഗൗതമും നിധിയും പറയുന്നതിനപ്പുറം നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും കേൾക്കുകയുമില്ല, ഒന്നും പ്രവർത്തിക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രണവിനോട് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രണവ് സഹിക്കേട്ട പ്രണവ് റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നീട് നിർമ്മലയെ ആ വീട്ടിലേക്ക് ജോലിക്കാരിയുടെ വേഷത്തിൽ കൊണ്ട്
കൊണ്ടുവരാൻ നിധി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഗൗതമിനെ കൊണ്ട് തന്നെ നിർമ്മലയെ കൊണ്ടുവരിപ്പിക്കാൻ വേണ്ടി നിധി ഒരു പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ റൂമിലേക്ക് വരുന്ന നിധിയോട് ഗൗതം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നെ ഇന്ന് തൊടാനൊന്നും വരണ്ട, എന്നോടൊന്ന് സംസാരിക്കാനും വരണ്ട, എനിക്ക് ഈ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്തിട്ട് എനിക്കാകെ വയ്യാതായി, എൻ്റെ മേലും കൈയും ഒക്കെ വേദന ആവുന്നു, ഇവിടേക്ക് വരുന്ന വേലക്കാരിയാണെങ്കിലോ നിർത്തിയിട്ടുമുണ്ട്, ഇപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ പാടെ കൂടി ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്നിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം പറയാൻ, നീ എന്താ നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശിവാനി എങ്ങാനും ആദ്യം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥാനം എന്താവും? നമ്മൾ ആ കുഞ്ഞിൻ്റെ വല്യച്ഛനും വല്യമ്മയുമായി മാറും, പിന്നെ അവളുടെ അഹങ്കാരമാണ് പിന്നെ കാണേണ്ടി വരിക. അതിലും ഭേദമല്ലേ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ശിവാനിയേക്കാളും മുന്നേ നീ തന്നെ ഒന്ന് പ്രസവിക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണ്ട ഗൗതം, ആദ്യം ഗൗതം പോയിട്ട് ഒരു വേലക്കാരിയെ തപ്പി പിടിച്ചുകൊണ്ട് കൊണ്ടുവാ, അല്ലാതെ എനിക്കിനി ഈ വീട്ടിലെ ജോലിയൊക്കെ പാട് കൂടി ചെയ്യാൻ വയ്യ എന്ന് പറയട്ടെ. അപ്പം എന്നാൽ ശിവാനിക്ക് നീ പകുതി ജോലി കൊടുത്തേക്ക് എന്ന് ഗൗതം പറയുമ്പോൾ, ശിവാനിക്ക് പകുതി ജോലി കൊടുത്താൽ അത് പിന്നെ എനിക്ക് തന്നെ ഇരട്ട പണിയായി മാറും, പിന്നെ അവളുണ്ടോ ജോലി വല്ലതും എടുക്കുക? അതൊക്കെ ഗൗതമിന് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ, പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് അങ്ങ് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു വേലക്കാരിയെ കണ്ടുപിടിക്കണം, അല്ലാതെ ഇനിയിപ്പോൾ വേറെ ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം ഗൗതം ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗോപിനാഥ് ജോത്സ്യരുടെ വീട്ടിലേക്ക് പോവുകയാണ്, നിർമ്മലയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാനം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ജോത്സ്യരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ജോത്സ്യർ പറയണ, ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, എന്താണാവോ നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നിർമ്മലയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് ഗോപിനാഥ് പറയട്ടോ. അപ്പോൾ നിർമ്മലയെ കുറിച്ച് പറയുകയാണ്, ഇവിടെ ഒരു കത്ത് എഴുതി വെച്ച് നിർമ്മല ഇവിടെ നിന്നും പോയി, എവിടേക്കാന്ന് അറിയില്ല, ഇതിൽ എഴുതിയിട്ടുമില്ല, ഇതാ കത്ത് എന്ന് പറഞ്ഞ് ആ ഒരു കത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഗോപിനാഥ് വായിക്കുന്ന സമയത്ത് നിർമ്മല അതിൽ എഴുതിയിട്ടുണ്ടാവും, ഞാൻ ഇവിടെ ആർക്കും ഒരു ഭാരമായി നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് കേട്ടോ നിർമ്മല പോയിട്ടുണ്ടാവുക. അങ്ങനെ നിർമ്മല നേരെ പോകുന്നത് ഗൗതമിൻ്റെ ഓഫീസിലേക്കാണ്. ഗൗതമാണെങ്കിൽ ഓഫീസിൽ സ്റ്റാഫുകളുമായിട്ട് ഒരു ചെറിയ മീറ്റിങ്ങിലായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഗൗതം ഗ്ലാസ് വഴി നിർമ്മലയെ കാണുന്നത്. അപ്പോൾ നിർമ്മല അവിടുത്തെ സ്റ്റാഫിനോട് പറയണേ, എനിക്ക് ഗൗതമിനെ കാണണം എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റാഫ് കാണാൻ കഴിയില്ല, ഇപ്പോൾ സാർ ഒരു മീറ്റിങ്ങിലാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് നിർമ്മലയോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്ട്. അപ്പോഴത്തേക്കും ഇത് കാണുന്ന ഗൗതം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ വയസ്സിന് മൂത്ത ആളാണെന്നുള്ളൊരു ബഹുമാനമെങ്കിലും കൊടുത്തൂടെ? നിങ്ങളുടെ അമ്മയുടെ സ്ഥാനമുണ്ടല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെയാണോ ഇവിടേക്ക് വരുന്ന ആളുകളോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റാഫിനോട് ഗൗതം ചെറുതായിട്ടങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് നിർമ്മലയുടെ കൈയും പിടിച്ച് ഗൗതം അങ്ങ് പോകുന്ന സമയത്ത്, നിർമ്മലയുടെ കൈ ഗൗതം പിടിക്കുന്ന സമയത്ത് ഗൗതമിന് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരികയാണ്. സ്വന്തം അമ്മയുടെ കൈ പിടിക്കുന്ന അതേ ഒരു ഫീലിങ്ങും അനുഭവമൊക്കെ ഗൗതമിന് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ അറിയാതെ ഒന്ന് നിശ്ചലമായി നിന്ന് നിർമ്മലയെ തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മലയുടെ കൈ പിടിച്ച് ഗൗതം നേരെ ക്യാബിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മീറ്റിങ്ങിന് വന്ന സ്റ്റാഫുകളോട് പറയണേ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം, ഇപ്പോൾ എനിക്ക് അർജൻറ്റായി ഈ അമ്മയോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഗൗതം ചോദിക്കുകയാണ്, എന്താ അമ്മ എന്നെ ഇവിടേക്ക് കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയുകയാണ്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്, എനിക്ക് മോനോട് ഇക്കാര്യം വന്ന് പറയണമെന്ന് തോന്നി, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, എൻ്റെ മോനെ എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നും പോവുകയാണ്, എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു, ഇനി ഇവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഗൗതമിന് പെട്ടെന്ന് അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ ഗൗതം പറയും, എന്തിനാണ് അമ്മ ഇവിടെ നിന്നും പോകുന്നത്? അമ്മയുടെ മോൻ്റെ എന്തെങ്കിലും ഒരു അടയാളമുണ്ടെങ്കിൽ ഞാൻ തന്നെ അമ്മയുടെ മോനെ കണ്ടെത്തി അമ്മയുടെ മുന്നിൽ കൊണ്ടു തന്നേനെ, പക്ഷെ ഇതിപ്പോൾ ഒരു അടയാളവും അമ്മയ്ക്ക് എനിക്ക് തരാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പം നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മോൻ തന്നെയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, ഞാൻ കണ്ണിറയെ കാണുന്നുമുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. ആ സമയത്ത് അങ്ങനെ നിർമ്മല പറയുകയാണ്, മോനെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, അതിൻ്റെ മുന്നേ ഞാൻ മോനെ എൻ്റെ സ്വന്തം മകനായി കണ്ടുപോയി, അതുകൊണ്ട് കുറച്ച് ഭക്ഷണവുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്, മോൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ഭക്ഷണം ഒന്ന് കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയാം, അതിനെന്താ അമ്മേ, ഞാൻ കഴിച്ചോളാം എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും സ്റ്റാഫ് വന്ന് പറയുകയാണ്, സാറിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അത് നീ കഴിച്ചോ, ഞാൻ ഈ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചോളാം എന്ന് ഗൗതം പറയാണ്. അങ്ങനെ നിർമ്മല കൊണ്ടുവന്ന ഭക്ഷണം ഗൗതം ആസ്വദിച്ച് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം നിർമ്മലയോട് പറയണേ, എൻ്റെ പാറു
ഉണ്ടാക്കിയ അതേപോലെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോ ഭക്ഷണവും എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി ഗൗതം നിർമ്മല കൊടുത്ത ആ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നീട് നിർമ്മല പോകുന്ന സമയത്ത് ഗൗതമിനോട് പറയാണ്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വേലക്കാരിയുടെ ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, പക്ഷെ ആരും എന്നെ വേലക്കാരിയായിട്ട് എടുക്കുന്നില്ല, ഇതിനേക്കാളും പ്രായം കുറഞ്ഞവരെയാണത്രേ അവരൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് ഒരു വേലക്കാരിയായിട്ട് പോലും എനിക്കൊരു ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയാട്ടോ. ഗൗതമിൻ്റെ വീട്ടിലേക്ക് നിർമ്മലയെ കൊണ്ടുവരാൻ വേണ്ടി നിധി പറഞ്ഞു കൊടുത്തതുപോലെയാണ് നിർമ്മല പറയുന്നത്. അങ്ങനെ ഗൗതം പറയുകയാണ്, അമ്മ ഇപ്പൊ തൽക്കാലം എവിടേക്കും പോവണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, അമ്മയ്ക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ഞാൻ തന്നെ തന്നോളാം എന്ന് പറഞ്ഞ് ഗൗതം നിർമ്മലയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കേണ്ട. അപ്പം നിർമ്മല പറയുന്നുണ്ട്, അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അമ്മ ഇത് വാങ്ങിയേ മതിയാവും, സ്വന്തം മകൻ തരുകയാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ കൊടുക്കുന്നത്. അങ്ങനെ നിർമ്മല കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ പൈസ വാങ്ങാൻ കേട്ടോ. ഇനി പൈസ കഴിഞ്ഞാൽ അമ്മ എനിക്കൊന്ന് ഫോൺ വിളിച്ചാൽ മതി, അപ്പോൾ തന്നെ ഞാൻ അമ്മയ്ക്ക് പൈസയുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരും എന്ന് പറയാണ്. അങ്ങനെ ഗൗതം അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ നിർമ്മലയെ. അപ്പോൾ നിർമ്മല പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നിധിക്ക് വിളിക്കുകയാണ്, പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല, ഗൗതം എന്നെ വേലക്കാരിയായിട്ട് പോലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിധിക്ക് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ നിധിയുടെ തൊട്ടരികിൽ തന്നെ പാറുവും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോള് വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ. അപ്പോൾ നിധിയുടെ പരിഭ്രമം കാണുന്ന സമയത്ത് പാറുവിന് ഒരു സംശയം വരികയാണ്. അപ്പോൾ പാറു നിധിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് കോൾ എടുത്ത ശേഷം നിധി സ്വന്തം അമ്മയോട് സംസാരിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്താ അമ്മേ സുഖമല്ലേ, നിഖിലിൻ്റെ വിശേഷം എന്താണ്, നിഖിലിന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നിർമ്മല തന്നെ അതിശയിച്ചു പോവുകയാണ്, എന്താ നിധി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാനാണ് നിർമ്മലയാണ്, എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, എന്താ അമ്മേ ഞാൻ പറയുന്നതൊന്നും കേൾക്കാനില്ലേ, ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പാറുവിൻ്റെ അടുത്ത് നിന്നും നിധി മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇനി ഗൗതം നിർമ്മലയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. നിർമ്മലയെ കാണുന്ന സമയത്ത് പാറു ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്.